എനിക്ക് സത്യത്തിൽ തോന്നുന്നത് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ നമ്മളിപ്പോൾ കാണുന്നില്ലേ, ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ ആൾക്കാരെ കളിപ്പിച്ചു, പണം തട്ടി, അതേപോലെ ആരൊക്കെയോ ടാറ്റയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ വന്ന് എവിടെയോ ഡിന്നറിനൊപ്പം ഇരുന്നിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാവും. അംബാനിക്കൊപ്പം പണക്കാരനാണ് അംബാനിയേക്കാൾ. നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു, ഞങ്ങൾ തലയിൽ മുണ്ടിട്ട് ആരെയും കാണാൻ പോകാറില്ല, അത് ആരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണെന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി? അപ്പൊ അതിനർത്ഥം അത് ആറ്റം തള്ളായിരുന്നു എന്നാണ്. നല്ല ഒന്നാം തരം തള്ളായിരുന്നു ആ പറഞ്ഞിരുന്നത്. അത് പിടിക്കപ്പെട്ടു, കയ്യോടെ പിടിക്കപ്പെട്ടു. വി ഡി സതീശനെ പോലെ നല്ല രീതിയിലത്തേക്ക് പൊതുപ്രവർത്തന പരിചയമുള്ള ഒരാളിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ പ്രതിപക്ഷ നേതാവാണോ വലുത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമാണോ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യമാണോ വേണ്ടത്? എന്നാൽ പ്രതിപക്ഷ നേതാവ് ഭരിച്ചാൽ മതിയല്ലോ. ഇന്ന് ഞാൻ കലക്കും. നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു, ഞങ്ങൾ തലയിൽ മുണ്ടിട്ട് ആരെയും കാണാൻ പോകാറില്ല, അത് ആരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണെന്ന്. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി? ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ആ ഇൻവെസ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പോയതാണ്. ആ സമയത്ത് അതിനുശേഷമുള്ള സമയമാണ് ഭാര്യ പിതാവിനെ കാണാൻ പോയത്. അപ്പോൾ ആ സ്വകാര്യ യാത്ര എന്നുള്ള വിവാദം അവിടെ കെട്ടടങ്ങി. ജിൻഡോയ്ക്ക് അത് പ്രശ്നമില്ല, ജിൻഡോയ്ക്ക് അത് പറയാം, സ്വകാര്യ യാത്ര കൊണ്ട് പ്രശ്നമില്ല എന്ന്. ജിൻഡോ അത് തുറന്നു പറയുവാനുള്ള ഒരു ആർജവം കാട്ടി. പക്ഷേ കേരള മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയുവാനുള്ള ആർജവുമില്ല. കാരണം ഇത്തരത്തിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതിനെ മുമ്പ് എതിർത്തിട്ടുള്ളയാളാണ് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. എനിക്കത് ഓർമ്മയില്ല. ഈ ഹെലികോപ്റ്റർ യാത്ര തന്നെ ഒരു വലിയ ധൂർത്താണ്, സർക്കാരിന്റെ ധൂർത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളയാളാണ്. അപ്പോൾ അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു വൈമനസ്യം സത്യം തുറന്നു പറയുവാൻ, അതാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കള്ളം അതിനിടയിലേക്ക് തിരികെ കയറ്റുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോയതാണെന്ന്. ആരാണ് ആ ഇൻവെസ്റ്റർ? പറയാൻ എന്തിനു മടിക്കുന്നു? മുഖ്യമന്ത്രി നേരത്തെയും ആരെയൊക്കെയോ കണ്ടിട്ടുണ്ട് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ബ്ലൂംബെർഗിന് ഒരു ഇന്റർവ്യൂ കൊടുത്തതും അതേപോലെ തന്നെ അദ്ദേഹം ഒരു സമ്മേളനത്തിൽ സംസാരിച്ചതും. ഈ രണ്ട് സ്ഥലത്തും പറഞ്ഞിരുന്നത് എന്താണ്? 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ടാറ്റ ഇവിടെ കൊണ്ടുവരും ഷിപ്പ് ബിൽഡിംഗുമായി ബന്ധപ്പെട്ട്. ടാറ്റയുടെ പ്രതികരണം എന്നത് എന്താണ്? വി ആർ സർപ്രൈസ്ഡ് ബൈ ചീഫ് മിനിസ്റ്റർ വി ഡി സതീശൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ഞങ്ങൾക്ക് അതിശയമായി പോയി. ഇന്നലെ CP ജോൺ പറഞ്ഞ പോലത്തെ അതിശയമല്ല, ട്രൂ ആയിട്ടുള്ള അതിശയമാണ് ഞങ്ങൾക്കുണ്ടായത് എന്ന് അവർ പറയുന്നു. എന്താ പണി? അപ്പൊ ആരെയാണ് കണ്ടത് എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞാൽ അതിലെന്താ പ്രശ്നം? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇന്നു മുതലാണ് ഇൻവെസ്റ്റ്മെന്റ് ചർച്ചകളൊക്കെ സ്വകാര്യമായി മാറിയത്? മഞ്ജുഷ്, അതൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനപ്പുറത്ത് ഒരു സുതാര്യത പ്രശ്നം. തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ഒരു ചോദ്യത്തിൽ ഒരു ശരിയുണ്ട്. ആരാണ് ആ കക്ഷികൾ എന്ന് വേണമെങ്കിൽ വെളിപ്പെടുത്താം. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു ആശങ്കയുണ്ട്, അങ്ങനെ ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യമല്ല. ചിലപ്പോൾ അതൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കേസായിരിക്കാം, മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എല്ലാം ക്ലെയിം ചെയ്യുന്ന പ്രോജക്റ്റ് ആയിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിച്ച ആരാണെന്നോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നോർത്തിട്ടായിരിക്കും. തീർച്ചയായിട്ടും അത് വെളിപ്പെടുത്തേണ്ടതാണ്. അദ്ദേഹം കൃത്യമായ സമയത്ത് വെളിപ്പെടുത്തുമെന്നാണ് വിചാരിക്കുന്നത്. വെളിപ്പെടുത്തുമെന്ന് കരുതുന്നു ജിൻഡോ പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പരിമിതി പോലും മറന്നുകൊണ്ടാണ് ജിൻഡോ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബോധ്യം അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നമുക്ക് ജിൻഡോയെ വിമർശിക്കാൻ പറ്റുകയില്ല. ഇല്ല, എനിക്ക് ശ്രീ ജിൻഡോയുടെ ഇക്കാര്യത്തിൽ വിമർശനവുമില്ല. അദ്ദേഹം പലപ്പോഴും ഈ സർക്കാരിനെ, പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശനെ ഒക്കെ തന്നെ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടും എതിർത്തുമൊക്കെ അഭിപ്രായം വന്നിട്ടുണ്ട്. അതപ്പോൾ അദ്ദേഹത്തിലെ ഒരു രാഷ്ട്രീയക്കാരന്റെ വ്യക്തിപരമായിട്ടുള്ള ആദർശത്തിന്റെ, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നു എന്ന് ഞാൻ കരുതുന്നുള്ളൂ. അതിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് നമുക്കറിയാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട് നുണയാണോ പറയുന്നത് എന്നുള്ള ഒരു സംശയം വരുന്നത് കേവലം ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് മാത്രമല്ല എന്ന് ശ്രീ ജിൻഡോ മനസ്സിലാക്കണം. കാരണം ടാറ്റയുമായി ബന്ധപ്പെട്ട 10,000 കോടിയുടെ അനൗൺസ്മെന്റ് അദ്ദേഹത്തിൽ നിന്ന് വരുമ്പോൾ അദ്ദേഹം അവിടെയും ആരെങ്കിലും നിക്ഷേപകരെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ, കോൺക്രീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത് നുണയാണ് എന്ന് തെളിഞ്ഞതല്ലേ? ഇതൊക്കെ എന്ത്? ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ അന്ന് ഇത്തരത്തിലുള്ള മറൈൻ ഒരു ഇവന്റിൽ അദ്ദേഹം സംസാരിച്ചു എന്നത് കൂടാതെ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം ബ്ലൂംബെർഗ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മാധ്യമത്തിന് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്തു. ഇന്ന് ഏത് ചാനൽ ഇന്റർവ്യൂ? ഏത് ചാനലുണ്ട് ചാർലി ഇന്ന് ഇന്റർവ്യൂ? അവരത് ഡീറ്റെയിൽഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം 4 നുണകൾ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കുക, ഇൻവെസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ എന്താണ്? ടാറ്റ ഷിപ്പ് ബിൽഡിംഗിൽ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, നുണയാണ്. 2, ഞങ്ങൾ അവർക്ക് ലാൻഡ് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു, അത് നുണയാണ്. 3, സ്റ്റേറ്റ് ഗവൺമെന്റ് അവർ തന്നിരിക്കുന്ന പ്രൊപ്പോസൽ ഫേവറബിളി കൺസിഡർ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു, അത് നുണയാണ്. 4-മത്തേത്, ഞങ്ങൾ അവരുടെ പ്രൊപ്പോസൽ 1 മാസത്തിനകം അപ്രൂവൽ ചെയ്തേക്കും എന്ന് പറഞ്ഞു, നുണയാണ്. ഇത് 4 ഇപ്പോഴും ബ്ലൂംബെർഗിന്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്.
ഞാൻ പറഞ്ഞത് ഈ 4 കാര്യങ്ങളെ കണക്റ്റഡ് ആയിട്ട് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ ടാറ്റ ഗ്രൂപ്പിന്റെ മറുപടി എന്ന് പറയുന്നത് ഓരോ മലയാളിക്കും അപമാനകരമാണ്. അത് കേൾക്കുമ്പോൾ ടാറ്റയല്ല ഞാൻ കുറ്റം പറഞ്ഞത്, മറിച്ച് മലയാളിക്ക് അപമാനം തോന്നണം. കാരണം ടാറ്റയുടെ റെപ്രസെന്റേറ്റീവ് പറഞ്ഞിരിക്കുന്നത് വൈറ്റ്ലി കോട്ട് ചെയ്തിരിക്കുന്നതാണ്, ഒന്നുകിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ഈ ഭരണത്തിൽ വന്നതിന് ശേഷം റിസൾട്ട് കാണിക്കാൻ അദ്ദേഹത്തിന് മേൽ അത്രത്തോളം സമ്മർദ്ദമുണ്ട്, അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എന്നാണ്. എത്ര അപമാനകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. അഭിപ്രായം. എനിക്ക് സത്യത്തിൽ തോന്നുന്നത് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ നമ്മളിപ്പോൾ കാണുന്നില്ലേ, ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ ആൾക്കാരെ കളിപ്പിച്ചു, പണം തട്ടി, അതേപോലെ ആരൊക്കെയോ ടാറ്റയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ വന്ന് എവിടെയോ ഡിന്നറിനൊപ്പം ഇരുന്നിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാവും. അവര് പറഞ്ഞിട്ട് പോയതായിരിക്കും. അത് കഴിഞ്ഞ ദിവസത്തെ ഡിന്നർ മീറ്റിനെ കുറിച്ചും താങ്കൾ അങ്ങനെയാണോ വരുന്നത്? നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഇസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് നമ്മൾ പറയത്തില്ലേ. ഞാൻ പറയുന്നത് ഒരാളിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ നടത്തിയിരിക്കുന്ന പാസ്റ്റ് പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ടാറ്റയുമായി ബന്ധപ്പെട്ട കാര്യം നുണയാണ് എന്ന് തെളിഞ്ഞു. അതിനുശേഷം അവിടെ PRD എന്തോ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഇറക്കി, ഒട്ടും വിശ്വസനീയമല്ലാത്ത ഒരു എക്സ്പ്ലനേഷൻ ഇറക്കി, ഇത് മറീൻ മേഖലയിലേക്കുള്ള മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ ടാറ്റ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ അസന്നിഗ്ധമായി ടാറ്റ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടില്ല, ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടും സമീപിച്ചിട്ടില്ല. ഈ ആർക്കായി ലാൻഡ് കൊടുക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് അത് പറഞ്ഞതിന് ശേഷം 1 മാസത്തിൽ വന്നു. ഇത് ടാറ്റ അല്ലായിരുന്നു, മറ്റു പദ്ധതികളായിരുന്നെങ്കിൽ സർക്കാർ 1 മാസത്തിനകം അത് അപ്രൂവൽ കൊടുത്തോ? ഇല്ലല്ലോ. അപ്പൊ അതിനർത്ഥം അത് ആറ്റം തള്ളായിരുന്നു എന്നാണ്. നല്ല ഒന്നാം തരം തള്ളായിരുന്നു ആ പറഞ്ഞിരുന്നത്. അത് പിടിക്കപ്പെട്ടു, കയ്യോടെ പിടിക്കപ്പെട്ടു. വി ഡി സതീശനെ പോലെ നല്ല രീതിയിലത്തേക്ക് പൊതുപ്രവർത്തന പരിചയമുള്ള ഒരാളിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എണ്ണി നമ്മൾ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന്റെ സർക്കാർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ചോദിക്കരുതെന്നാണോ? മാധ്യമങ്ങൾ ഇപ്പൊ 90 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാവൂ എന്നാണ്. അങ്ങനെയൊന്നുമില്ല. ഹണിമൂൺ പീരീഡ് എന്നുള്ള കാര്യമൊന്നും ഇവിടെ ബാധകമല്ല. കാരണം അത്രമാത്രം കൊള്ളരുതായ്മകൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കും. അതിപ്പോൾ വി ഡി സതീശൻ പറയുകയാണ്, എന്നാൽ രഹസ്യമായിട്ടും കാണും, പരസ്യമായിട്ടും കാണുമെന്ന്. അതായത് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. നടക്കില്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരത്തിൽ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. അപ്പോൾ അദ്ദേഹം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു അത് പറയുന്നില്ല എന്ന് താങ്കൾ വിമർശനാത്മകമായ കാര്യം ഉന്നയിക്കുമ്പോൾ ഇതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ഈ പ്രളയ ദിനങ്ങളിൽ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിക്കാം, താങ്കൾക്കും ചോദിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ 10 വർഷക്കാലം ഭരിച്ച കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവ് ഈ പ്രളയ ദിനങ്ങളിൽ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ പ്രതിപക്ഷ നേതാവാണോ വലുത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമാണോ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യമാണോ വേണ്ടത്? എന്നാൽ പ്രതിപക്ഷ നേതാവ് ഭരിച്ചാൽ മതിയല്ലോ. 10 വർഷക്കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്ന മനുഷ്യൻ, വി ഡി സതീശിനേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 10 വർഷത്തെ ഭരണപരിചയമുള്ള പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം എവിടെ എത്തി? അദ്ദേഹം എന്താണ് ഇടപെട്ടത്? ഞാൻ ഒരു കാര്യം കൂടി പറയാം മഞ്ജുഷേ, മഴക്കാല പൂർവ്വ ശുചീകരണം പിണറായി വിജയന്റെ സാന്നിധ്യമാണ് കേരളത്തിൽ വേണ്ടത്. കേരള ജനത തിരസ്കരിച്ച ഒരു സാന്നിധ്യമാണ്. അവിടെയാണ് വി ഡി സതീശനെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ പിണറായി വിജയൻ വരട്ടെ എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിനാണ് ഇനിയും? കഷ്ടം, നാണമില്ലടോ. ആരെങ്കിലും തലയ്ക്ക് ബോധമുള്ള ആരെങ്കിലും പിണറായി വിജയൻ വരട്ടെ എന്ന് ആഗ്രഹിക്കുമോ? അദ്ദേഹത്തെ വേണ്ട എന്ന് തീരുമാനിച്ച കമ്മ്യൂണിസ്റ്റുകാരടക്കം 35 സീറ്റിലേക്ക് ഒതുക്കി വീട്ടിലിരുത്തിയേക്കാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി എവിടെയായിരുന്നു? ഭരണപരിചയം ഉണ്ടായിരുന്നു എന്ന് PR എക്സസൈസുകാർ തള്ളിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? ആ ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം മഞ്ജുഷ, ഒരു കാര്യം കൂടി, ഈ കേരളത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് കാരണം പിണറായി വിജയൻ തന്നെയാണ്. റൂം ഫോർ റിവർ പരാജയപ്പെട്ടു. കേരളത്തിന്റെ പൊതുഖജാവിലെ പണം ദൂർത്തടിച്ച് നടത്തിയ ഡച്ച് മാതൃക പരാജയപ്പെട്ടു. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. പുഴയിലെ മണലും മണ്ണും വാരി മാറ്റാൻ പറ്റിയില്ല. എക്കല് വാരി മാറ്റാൻ പറ്റിയില്ല. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതും ശരിയാണല്ലോ. ഇത് ഈ 2.5 മാസത്തിന്റെ ഉത്തരവാദിത്തം മാത്രമാണ് വി ഡി സതീശനുള്ളത്. പക്ഷെ അതിനു മുമ്പ് തീർക്കേണ്ട പണികൾ തീർക്കാതെ ഓടി ഒളിച്ച 10 വർഷം ഭരിച്ച പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് എവിടെയാണെന്നുള്ള ചോദ്യം. നെതർലാൻഡ് സന്ദർശനമൊക്കെ അതൊക്കെ ഇപ്പോഴും നമുക്ക് പിണറായി വിജയനെ വിമർശിക്കാം. പക്ഷേ ശ്രീ പണിക്കർ, ഇവിടെ ജിൻഡോ ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് എവിടെ എന്ന് അതങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. വലിയൊരു അധ്വാനം കഴിഞ്ഞ് വന്നതല്ലേ, ദാഹം മാറട്ടെ.
അല്ല നോക്കൂ, പ്രതിപക്ഷ നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ അന്ന് കോൺഗ്രസ് വിമർശിച്ചതും. അതിന്റെ പേരിൽ ആ വിമർശനം ഈ നാട്ടുകാർ ഉൾക്കൊണ്ടതിന് ശേഷം വലിയ ഭൂരിപക്ഷം കൊടുത്ത് മറ്റൊരു സർക്കാരിനെ ഇവിടെ കൊണ്ടുവന്നതും. അപ്പോൾ പിന്നെ പിണറായി വിജയൻ എവിടെയാണ്, പ്രതിപക്ഷ നേതാവ് എവിടെയാണ്, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആൾ എവിടെയാണ് എന്നൊന്നും ചോദിക്കുന്നതിൽ ഒരു കാര്യമില്ല. കാരണം അന്ന് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്ത, അതായത് പിണറായി വിജയനാണ് എക്സ്പീരിയൻസ് ഉള്ളത് എങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത കോൺഗ്രസ്സുകാർ അന്ന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്തും വിമർശനം ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനവും കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതും എല്ലാ ദുരന്തങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്ന സമയത്ത് അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ ഈ ചർച്ചയുടെ കാതലായിട്ടുള്ള ഭാഗമെന്ന് പറയുന്നത് ഇവിടുത്തെ മഴക്കാലപൂർവ്വ ശുചീകരണമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് എന്നുള്ളതോ ആയിരുന്നില്ല. കാതലായിട്ടുള്ള കാര്യം മഞ്ജുഷ 2 ചോദ്യങ്ങളാണ് ശ്രീ ജിൻഡോയോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നുണ പറഞ്ഞത് 4 നുണ കോൾ ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നതിൽ അദ്ദേഹം പ്രതികരിച്ചതുമില്ല. ഞാൻ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു സർക്കാർ ഒരു നിക്ഷേപകനോട് സംസാരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള രഹസ്യവുമില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലുള്ള വലിയൊരു നിക്ഷേപകനായിട്ടുള്ള സാബു ജേക്കബിനെ തെലങ്കാന ഗവൺമെന്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന്. ചാർട്ടർ വിമാനത്തിൽ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി ചർച്ച നടത്തി, അദ്ദേഹം അവിടെ നിക്ഷേപവും നടത്തി. എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നോ? സാധാരണ അങ്ങനെയാണ് നടക്കുക. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.